കൊണ്ടുപോയിടാനേ ക്രസന്റ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നമ്മുടെ പണ്ഡിതന്മാർ വൃദ്ധസദനം തുടങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ അവസ്ഥ ഇങ്ങോട്ടെത്തിയിരിക്കുന്നു. വിട്ടുവീഴ്ചയുടെ കുറവ്. ഭാര്യമാരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കറിയിലൊന്ന് ഉപ്പ് കൂടിയാൽ മതി. നമ്മുടെ സ്വഭാവമാണ്. വീട്ടിലെത്തുമ്പോ ഭാര്യ വെള്ളവുമായി വരുന്ന സമയത്ത് ഗ്ലാസ് ഒന്ന് കയ്യിൽ നിന്ന് ഉടഞ്ഞുപോയി. എപ്പോഴും ഉടയുന്ന ഭാര്യയാണെങ്കിലും അവളോട് പറയണം, അത് മറ്റൊരു വിഷയം. പക്ഷെ ഒരു ഗ്ലാസ് എപ്പോഴെങ്കിലും ഉടഞ്ഞതിന്റെ പേരിൽ അതിന് കലാപുണ്ടാക്കാൻ നടക്കുക. അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾക്ക് അഫ്വ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും പറ്റുന്ന നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ കുടുംബത്തിലെ കലഹങ്ങൾ. മൂത്തച്ചി ഇളയച്ചിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ജ്യേഷ്ഠൻ അനുജന്റെ ഭാര്യയോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ മക്കളോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഇങ്ങനെ കുടുംബത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നാട്ടിലും അങ്ങനെ തന്നെ. അങ്ങാടിയിലെത്തിയാൽ ആരും ആരോടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ കൊമ്പുകോർത്ത് കലഹിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി സാമൂഹിക കുടുംബ സാഹചര്യങ്ങളിൽ ഭിന്നതകൾ രൂക്ഷമാകുന്നതിന്റെ ഒക്കെ കാരണം മനുഷ്യ സഹജമാകുണ്ടാകുന്ന ഞാനെന്ന ഭാവന മാറ്റി സമൂഹത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകരെ പരീക്ഷിക്കുവാൻ വേണ്ടി ജൂതനായ ശേഷ മുസ്ലിമായ മഹാനായ സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ഒരു സ്വഹാബി തീരുമാനിച്ചു. ആദ്യകാലത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രവാചകനാണോ എന്നതിനുള്ള എല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പക്ഷെ രണ്ട് കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ല. അത് ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയതാണ്. എന്താ രണ്ട് കാര്യം? ഒന്ന്, അറിവില്ലാത്ത ആളുകളിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടെങ്കിൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെങ്കിൽ ക്ഷമിക്കും, അത് ഉറപ്പാണ്. മറ്റൊന്ന്, ദേഷ്യത്തെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളബിനെ കവച്ചു വെക്കുന്നതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സബർ. ഇത് രണ്ടും പരീക്ഷിക്കുവാൻ വേണ്ടി മഹാനായ നബി തങ്ങളുടെ മുന്നിലേക്ക് ആര് വരികയാണ്? സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന മുൻപ് ജൂതനായിരുന്ന സ്വഹാബി വരിക. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുന്നിലെത്തിയപ്പോ എന്താ സംഭവം? ഒരു അയറാബി ഇങ്ങനെ വന്നിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക്. ഒരു കാട്ടറബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരോട് വല്ലാത്ത വേവലാതി പറയാണ്. അള്ളാഹുവിന്റെ ഹബീബെ, കുടുംബം പട്ടിണിയിലാണ്, വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് റസൂലുള്ളാഹിന്റെ ഖജാനയിലൊന്നുമില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തൊന്നുമില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന അപ്പോൾ ജൂതനായിരുന്ന അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, 80ഓളം ദീനാർ നിങ്ങൾക്ക് ഞാൻ കടമായി തരാം. അള്ളാഹുവിന്റെ ഹബീബ് കടമായി ആ പണം വാങ്ങി ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജൂതനായ സ്വഹാബിയായി തീർന്ന മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് കയർക്കുന്നു, ദേഷ്യപ്പെടുന്നു. എന്താ വീട്ടാത്തത്? എന്നിട്ട് പറയാണ്, ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബ് ലമത്സലുൻ. നിങ്ങൾ കുഴപ്പക്കാരാണ്, മനുഷ്യനെ സൂയിപ്പാക്കാൻ നടക്കാണ്, കടം വാങ്ങിയ പൈസ തരൂല. എത്ര പ്രയാസം ഉണ്ടാവും സഹോദരന്മാരെ. അറേബ്യയിലെ ഏറ്റവും ഉദാരമതികളായ തറവാടികളായ ആ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആ പിതാമഹനെ വിളിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തി ഖുറൈശി തറവാട്ടിനെ അവമതിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വസ്ത്രം വലിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വസ്ത്രം പിടിച്ച് മാറു പിടിക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂപ്പര് വാളൂരി. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി. എന്നിട്ട് പറഞ്ഞു, യാ അദുവല്ലാഹ്, എന്താ പറയുന്നത്? ആരെ പറ്റി പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറ്റിയാണോ പറയുന്നത്? റസൂലെങ്ങാനും ഇല്ലെങ്കിൽ അത് താരന്റെ കയ്യിലെത്തിയിട്ടുണ്ടാവുന്നു. ഇത് കണ്ടുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിരിക്കുകയാണ്. തബസ്സുമ, പുഞ്ചിരി. ഏത് സമയത്തും പുഞ്ചിരിക്കുന്ന മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, ഉമറേ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല. കാരണം നിങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കേണ്ടത്, കാരണം അവധിയായിട്ടില്ല, കടം വീട്ടാൻ ഈ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് നല്ല രൂപത്തിൽ നിങ്ങളുടെ ആവശ്യം ചോദിക്കാൻ അദ്ദേഹത്തോട് പറയാണ് വേണ്ടത്. എന്നോട് നിങ്ങൾ എന്താണ് പറയേണ്ടത്?
അദ്ദേഹത്തിന്റെ ബാധ്യത നല്ല നിലക്ക് വീട്ടാൻ നിങ്ങൾ എന്നോടും പറയാണ് വേണ്ടത്, അല്ലാതെ നിങ്ങൾ ദേഷ്യപ്പെടല്ലേ വേണ്ടത്. എന്നിട്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ഉമറെ അയാൾക്ക് കൊടുക്കാനും കൊടുത്തേക്ക്, അതിന് പുറമെ 20 സാ ഏറെ കൊടുത്തേക്ക്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്തിനാ 20 സാ ഏറെ കൊടുത്തത്? നീ അയാളെ പേടിപ്പിച്ചില്ലേ? എന്റെ മുന്നിലേക്ക് വന്ന എന്റെ ശത്രുവായി ഉള്ള ആളാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിനേക്ക് ബാധ്യതയുണ്ട്, കടം വീട്ടാനുള്ള ദിവസമായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം വന്നിനോട് കയർത്ത് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന രൂപത്തില് നിസരീപിച്ചതിന് പകരമായി 20 സാവ് കൂടെ കൂടുതൽ കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് പറഞ്ഞപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഇന്നൊരു മുസ്ലിമിനെ കണ്ട ആര് ഇസ്ലാം സ്വീകരിക്കാനാ? ഇന്ന് എന്തുകൊണ്ട് മുസ്ലിമിനെ കണ്ട ആര് ഇസ്ലാം? അതേ സൂചിപ്പിച്ചത് സ്വഹാബി വര്യന്മാർ 50 ആൾ ഇവിടെ വന്നപ്പോ ആയുധം കയ്യിലില്ലാത്ത, പണം കയ്യിലില്ലാത്ത, അധികാരം കയ്യിലില്ലാത്ത സ്വഹാബി വര്യന്മാരെ കണ്ടപ്പോ ഇവിടുത്തെ അവിശ്വാസികൾ അവരുടെ മുന്നിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി മതം സ്വീകരിച്ചത് അവരുടെ മുഖത്തിൽ നിന്ന് പ്രോജ്വലിച്ചിരുന്ന ഈമാനിന്റെ പ്രകാശമാണ് അവർ സ്വാധീനിച്ചത്. അവരുടെ ജീവിതത്തിലൂടെ, സംസ്കൃതിയിലൂടെ, സംസ്കാരത്തിലൂടെ ലോകത്തെ പ്രകാശിതമാക്കിയ വിശുദ്ധ ഇസ്ലാമിന്റെ നിത്യനൂതനമായ സംസ്കാരമാണ് അവർ സ്വാധീനിച്ചത്. ആ രൂപത്തിലുള്ള മുസ്ലിങ്ങൾ എന്ന് കാണാൻ പ്രയാസ. വിട്ടുവീഴ്ച ധാരാ ശത്രുവിനോടാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, ഭാര്യയോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, നമ്മുടെ മക്കളോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പാവപ്പെട്ട ഒരു മുസ്ലിമായ മനുഷ്യൻ കടം വാങ്ങി ആ കടം അവധി ഒന്ന് വരികയാൽ ആ മുസ്ലിമിനെ പോലും പീഡിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന നമ്മളും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എവിടെ കിടക്കുന്നു? മറ്റൊരു സംഭവം കൂടെ കേൾക്കണോ? വിട്ടുവീഴ്ചയുടെ വിശാലമായ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു സംഭവം. മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ച ധീരനായ ഒരു പോരാളിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി വര്യൻ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പദ്ധതി ആവിഷ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കണം. ഹബീബായ നബി തങ്ങളെ വധിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പദ്ധതിയിട്ടുകൊണ്ട് ആ പദ്ധതിയിട്ട വിവരം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അറിയുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നു, സുമാമത്ത് ബിൻ ഉസാലിന്റെ രക്തം ഹലാലാണ്, അദ്ദേഹത്തെ എവിടുന്ന് പിടികൂട്ടിയാലും നമുക്ക് വകവരുത്താമെന്നൊരു പ്രഖ്യാപനം നടത്താണ്. അങ്ങനെ അദ്ദേഹം സുമാമത്ത് ബിൻ ഉസാൽ ശേഷം ഇസ്ലാമിലേക്ക് വന്ന മഹാനവറുകൾ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന വഴി വെച്ച് മദീന നിവാസികളായ മുസ്ലിമീങ്ങൾ പിടികൂടുന്നു. അദ്ദേഹത്തെ പിടികൂടി നേരെ മദീനത്തേക്ക് കൊണ്ടുപോയി. മദീനത്തെ മസ്ജിദ് നബവിയിലെ ഒരു ഓരത്ത് ഒരു തൂണിൽ അദ്ദേഹത്തെ ബന്ധസ്ഥനാക്കി. അള്ളാഹുവിന്റെ ഹബീബായ കാരുണ്യത്തിന്റെ കേദാരമായ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സുമാമത്ത് ബിൻ ഉസാലിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ കയ്യിലുള്ളത്? കൊല്ലാൻ വേണ്ടി വന്ന ആളല്ലേ, എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു. എന്താ കയ്യിലുള്ളത്? അപ്പൊ സുമാമ പറഞ്ഞു, എന്റെ കയ്യിൽ നന്മ മാത്രമേ ഉള്ളൂ. വീണ്ടും അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിനോട്, നിങ്ങൾ വധിക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വധിക്കാൻ ഞാൻ ഏറ്റവും യോഗ്യനാണ്. നിങ്ങൾ ഔദാര്യം ചെയ്യാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഔദാര്യത്തിന് ഏറ്റവും നന്ദിയുള്ളവനാണ് ഞാന്. അല്ല, നിങ്ങൾക്ക് എന്നിൽ നിന്ന് പണമാണോ ആഗ്രഹമെങ്കിൽ പണം എത്രയും തരാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പോന്നു. രണ്ടാമത്തെ ദിവസവും ചെല്ലുമ്പോഴും സുമാമ പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ വധിക്കുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ വധമേറ്റുവാങ്ങാൻ ഞാൻ